ത്രിവേണി ട്രാവൽ സംഘടിപ്പിക്കുന്ന തായ്ലൻഡ് യാത്രയ്ക്കായിട്ടാണ് നാം ഇന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും യാത്ര ആരംഭിക്കുകയായി. യാത്രയിൽ പങ്കെടുക്കുന്ന സഹയാത്രികർ ഓരോരുത്തരായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്ത് ഏതാണ്ട് തായ് സമയം 5 മണിയോടുകൂടി തായ്ലാൻഡിൽ എത്തിച്ചേരുകയും തായ്ലാൻഡിലെ പഴയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുകയുമുണ്ടായി. അതിനുശേഷം ചെക്കൗട്ട് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് സഹയാത്രികരെല്ലാവരും തായ് ട്രഡീഷണൽ വെൽക്കമിനായി കാത്തിരിക്കുകയാണ് കൗണ്ടറുകളിൽ. തായ്ലാൻഡിലെത്തിയ ത്രിവേണി ട്രാവൽസ് ഇവിടുത്തെ ഒരു ലോക്കൽ ടൂർ ഗൈഡിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ബസ് സൗകര്യങ്ങളും മറ്റു സൗകര്യങ്ങളുമാണ് നമ്മുടെ യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ കൗണ്ടറിൽ കാത്തിരിക്കുന്ന സമയത്ത് ടൂർ ഗൈഡ് എത്തുകയും തായ്ലൻഡുകാരുടെ പരമ്പരാഗത രീതിയിലുള്ള സ്വീകരണം നൽകി ഓരോരുത്തരെയും തായ്ലൻഡിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. തായ് സുന്ദരി മാലയിട്ട് ആണ് ഈ യാത്രയിൽ പങ്കെടുക്കാനെത്തിയ ഓരോ യാത്രികരെയും സ്നേഹത്തോടെ സ്വീകരിക്കുന്നത്. കൈകൂപ്പി ഓരോ യാത്രികരെയും സ്വാഗതം ചെയ്യുക മാത്രമല്ല, ഒപ്പം നിർത്തി ഫോട്ടോയും എടുത്തുകൊണ്ടാണ് ഓരോ യാത്രികരെയും തായ്ലൻഡിലേക്ക് അവർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെ ഈ യാത്രാ സംഘത്തിലുള്ള ഏതാണ്ട് 34 അംഗങ്ങളെയും നമ്മോടൊപ്പം യാത്ര ചെയ്ത ടൂർ ഗൈഡ് മുരളിയെയും സ്വാഗതം ചെയ്തതിന് ശേഷം എല്ലാവരും കുടുംബത്തോടൊപ്പവും ഗ്രൂപ്പായും ഈ തായ് സുന്ദരിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അവരുടെ ഊഷ്മളമായ സ്വാഗതം ഏറ്റുവാങ്ങി തങ്ങളുടെ സ്വപ്ന യാത്രയായ തായ്ലൻഡ് യാത്രയിലേക്ക് ആദ്യ ദിവസം തന്നെ കടക്കുകയാണ്. ഇങ്ങനെ സ്നേഹപൂർണമായ സ്വാഗതവും കഴിഞ്ഞ് ഓരോരുത്തരായി തങ്ങളുടെ ഊഴവും കാത്ത് തായ് സുന്ദരിക്കൊപ്പം ഫോട്ടോ എടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ തായ്ലൻഡിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഒരല്പസമയം ചിന്തിക്കുന്നത്. കിങ്ഡം ഓഫ് തായ്ലൻഡ് എന്നാണ് ഈ രാജ്യം അറിയപ്പെടുക. ചുരുക്കത്തിൽ തായ്ലൻഡ് എന്നും ഇത് അറിയപ്പെടുന്നു. തെക്ക് കിഴക്കേ ഏഷ്യയിലെ ഒരു രാജ്യം കൂടിയാണ് ഈ തായ്ലൻഡ്. കിഴക്ക് ലാവോസ്, കംബോഡിയ, തെക്ക് തായ്ലൻഡ് ഉൾക്കടൽ, മലേഷ്യ, പടിഞ്ഞാറ് അണ്ടമാൻ കടൽ, മ്യാൻമാർ എന്നിവയാണ് തായ്ലൻഡിൻ്റെ അതിരുകൾ. തായ്ലൻഡിലെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാനവും ബാങ്കോക്കാണ്. ഈ രാജ്യം പണ്ട് സായം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. 1939 ജൂൺ 24 വരെ ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം സയാം എന്നായിരുന്നു. 1945 മുതൽ 1949 മെയ് 11 വരെയും ഈ രാജ്യം സയാം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1949 രാജ്യത്തിൻ്റെ പേര് വീണ്ടും ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ തായ്ലൻഡ് എന്നാക്കി മാറ്റുകയുണ്ടായി. ടായ് എന്ന പദം സ്വാതന്ത്ര്യം എന്നർത്ഥമുള്ള ടായ് എന്ന തായ് ഭാഷാപദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ ആദിമ ജനവിഭാഗത്തിൻ്റെ പേരും തായ് എന്നാണ്.
തായ്ലൻഡിൻ്റെ പ്രാക് ചരിത്രത്തെക്കുറിച്ച് പരിമിതമായ അറിവേ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളൂ. ശിലായുഗം മുതൽ തന്നെ തായ്ലൻഡിൽ മനുഷ്യാധിവാസം തുടങ്ങിയതായി അനുമാനമുണ്ട്. പുരാതന കാലം തൊട്ടേ തായ്ലൻഡിൽ മനുഷ്യവാസമുണ്ടായിരുന്നു. BC 3600 മുതലുള്ള ചരിത്രാവശിഷ്ടങ്ങൾ ബൻ ചിയാങ് പ്രദേശത്ത് നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. നെൽകൃഷിയും ചെമ്പ് ആയുധ നിർമ്മാണവുമായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. സുമാത്ര ദ്വീപിൽ നിന്നും മലായ് ഉപദ്വീപിലേക്ക് വ്യാപിച്ച ശ്രീ വിജ സാമ്രാജ്യവും കംബോഡിയയിലെ ഖമർ സാമ്രാജ്യവുമെല്ലാം തായ് പ്രദേശങ്ങളുടെ അധീനത്തിലായിരുന്നു. ഹിന്ദുക്കളായ ഖമറുകളുടെ കീഴിലായിരുന്നു തായ് വംശജർ. തായ്ലൻഡിലെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നടന്ന പുരാവസ്തു പഠനങ്ങളുടെ വെളിച്ചത്തിൽ കൃഷിയെക്കുറിച്ച് അറിവുള്ള ഒരു ജനതയായിരുന്നു തായ്ലൻഡിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 1939 തായ്ലൻഡ് എന്ന നാമം സ്വീകരിക്കുന്നതുവരെയും ഈ പ്രദേശം സയാം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചരിത്രാരംഭം മുതൽ നിരവധി ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു സയാം. 3-ാം ശതകത്തിൽ സയാം ഫുനാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. സാംസ്കാരികമായി ഇന്ത്യയോട് താദാത്മ്യമുണ്ടായിരുന്ന ഈ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം കംബോഡിയയായിരുന്നു. ഫുനാൻ സാമ്രാജ്യം ശിഥിലമായതോടെ ദക്ഷിണ ചൈനയിൽ നിന്നെത്തിയ മോൺ ജനത സയാമിൽ നിരവധി രാജ്യങ്ങൾ സ്ഥാപിച്ചു. ദ്വാരാവതി, ഹരിപുഞ്ചായ എന്നിവയായിരുന്നു അവയിൽ പ്രമുഖം. ഇന്ത്യൻ രാഷ്ട്രീയ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഈ രാജ്യങ്ങളിലെ ജനത സാംസ്കാരികമായി ഹൈന്ദവ ബുദ്ധമതങ്ങളോട് കടപ്പെട്ടിരുന്നു. തായ് സുന്ദരിയുടെ സ്നേഹോഷ്മളമായ സ്വാഗതവും ഏറ്റുവാങ്ങി ഇപ്പോൾ നമുക്ക് സഞ്ചരിക്കാനുള്ള ബസ്സിലേക്ക് സഹയാത്രികരോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. There interesting there about for feeding for the fish, feeding for the fish inside, and also inside there they show about for aquarium many type of fish there. If you're lucky, maybe for the same time for the staff they feeding for the fish inside. You can enjoy for click a photo about 45 minutes to 1 hour from aquarium and the water world. After that we go to floating market. Floating market there we have lunch there. Lunch and also enjoy about for the rowing boat. Rowing boat. Was it a rowing boat? No idea. The wood boat, the small boat, no? One boat nearly around for 5 or 6 or 7, 8 members like this. But if for like we lucky we get for the big boat around for 12 member, 15 member. It's half for the canal. You take for the rowing boat and drop you another side. Only one way for the rowing boat. And then you can walk around for the market. Market there is have many kind of the shop. Thai souvenir shop, Thai cultural food shop, Thai cultural drink shop, shirt or like a Thai handmade there. You can enjoy there. And we have lunch there. I expect we reach there. Expect if we late like this maybe 2. Waiting for the queue, take the ticket, maybe 2:10, 2:30. So we will go to the lunch first. Or maybe I think for the lunch first, lunch and then you take a rowing boat. Rowing boat, when we go, we should be finished for the lunch and then we make to drop for the pier together. Because we get for the queue. Example, we get for the queue. I'm sure the area for the pier, for the queue. For the rowing boat, they provide the rowing boat for us. Finish all for the rowing boat. Okay, everyone can enjoy. But if someone go to shopping, enjoy for lunch too late, we waiting for long time. Like they stuck for us only one time. Like this queue for you. Example, you get the queue number 4. Number 4 you have 36 member. Should be 36 for the queue. Rowing boat for the queue. This boat 7 member. Okay, 7 member. Check
Get on the boat. Next boat, okay, 5 member, get on the boat. If someone go enjoy photo, walk around, shopping, we have problem. I must to cutting for you. You can't to take a rowing boat. That's why if we go to the rowing boat, please quickly. Please quickly. You can enjoy for shop. Then try to know this trip. Do you have jumper? Slipper? Have? You take jumper here or not? Jumper? Slipper? Have or not? Coral Island tomorrow. Must be have jumper, na? Slipper. Because if have shoe, whatever, you wet. You take speedboat. You walk past for the sea water. Maybe the water like this. Maybe the water is have the strong wave and then tight for you. Up here, maybe high. You're wet. So that why jumper, short. Tomorrow about for the dress. Important. You can check there. They have slipper jumper also there. At the floating market. Then finish floating market. We come to Tiger Park. Tiger Park. Tiger Park. We have the entry for you. But if you need to click photo with tiger, close up with the tiger, want to touch tiger, you buy the ticket by own. Your cost there. If you want take photo with tiger, same like this, I will show you. If you need to click photo with tiger, I will show you.